വാൻകൂറിലെ ലാപ്പു ലാപ്പുടെ ബ്ലോക്ക് പാർട്ടി ഒരു തെരുവുത്സവമാണ്. ഇത് ഫിലിപ്പിനോ സംസ്കാരം ആഘോഷിക്കുന്നതിനും ഫിലിപ്പീൻസിലെ ആദ്യത്തെ ദേശീയ ഹീറോയായ ഡാറ്റു ലാപ്പു ലാപ്പുവിനെ ആദരിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ഫിലിപ്പീൻസിലെ ആദ്യത്തെ ദേശീയ ഹീറോയാണ് ലാപ്പു ലാപ്പു. അദ്ദേഹം ഒരു ദേശീയ വിസായൻ ഗോത്ര തലവനായിരുന്നു. 1521 സ്പാനിഷ് കോളനിക്കെതിരെ നടന്ന മാക്ടൻ യുദ്ധത്തിൽ അദ്ദേഹം വിജയം നേടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം നടത്തുന്നത്. ഈ ഫെസ്റ്റിവലിൽ പാട്ടുകൾ, നൃത്തങ്ങൾ, പലതരം ഭക്ഷണങ്ങൾ എന്നിവ ഉണ്ടാകും. അതുപോലെ പല സാമൂഹിക പരിപാടികളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. വാൻകൂറിലെ ഫിലിപ്പിനോ സമൂഹം ഈ ആഘോഷത്തിൽ ഒത്തുചേരും. അതുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഈ ഫെസ്റ്റിവലിൽ ഉണ്ടാകും. 2023 മുതൽ ഏപ്രിൽ 27 ബ്രിട്ടീഷ് കൊളംബിയയിൽ ലപ്പു ലപ്പു ദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചു. ഫിലിപ്പിനോ മൂല്യങ്ങൾക്കും ബയാനിഹാൻ എന്ന കൂട്ടായ്മയുടെ സ്പിരിറ്റിനുമുള്ള അംഗീകാരമായാണ് ഇതിനെ കാണുന്നത്. ബയാനിഹാൻ എന്നാൽ ഒരുമിച്ചുള്ള സഹായമെന്നും പറയാം. ഫിലിപ്പിനോ ബിസിയും സൺസെറ്റ് ഓൺ ഫ്രേസർ ബിസിനസ് അസോസിയേഷനും ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത്. വാൻകൂവറിലെ സൺസെറ്റ് നെയ്ബർഹുഡിൽ ജോൺ ഒലിവർ സെക്കൻഡറി സ്കൂളിനടുത്തുള്ള ഈസ്റ്റ് 41st അവന്യൂ മുതൽ ഈസ്റ്റ് 49th അവന്യൂ വരെയാണ് സാധാരണയായി ഈ ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. എന്നാൽ 2025 ഏപ്രിൽ 26 ലപ്പു ലപ്പു ഫെസ്റ്റിവലിൽ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഒരു കറുത്ത SUV ജനക്കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറി. ഈസ്റ്റ് 41st അവന്യൂവിനും ഫ്രേസർ സ്ട്രീറ്റിനുമിടയിൽ വൈകുന്നേരം 8 മണിയോടെയാണ് അപകടം നടന്നത്. നിരവധി ആളുകൾ മരിച്ചു, പലർക്കും പരിക്കേറ്റു. അപകടമുണ്ടാക്കിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ അപകടം പറ്റിയതാണോ എന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല. പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിൽ നിരവധി പേർ മരിച്ചെന്നാണ് റിപ്പോർട്ട്. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. നിരവധി പേരുടെ നില ഗുരുതരമാണ്. SUV ആളുകൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയപ്പോൾ പലരും നടക്കുകയായിരുന്നു. ചിലർ ഫുഡ് ട്രക്കുകളുടെ അടുത്തുമുണ്ടായിരുന്നു. ഈ സംഭവം ഫിലിപ്പിനോ സമൂഹത്തിനും വാൻകൂവർ നഗരത്തിനും വലിയ ദുരന്തമുണ്ടാക്കി. വാൻകൂവർ മേയറും ബ്രിട്ടീഷ് കൊളംബിയ പ്രീമിയറും ദുഃഖം രേഖപ്പെടുത്തി. അവർ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും പിന്തുണച്ചു. പോലീസും ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകടം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അവിടെ വളരെയധികം ബഹളമുണ്ടായിരുന്നു എന്നും രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു എന്നുമാണ്. ഈ സന്തോഷകരമായ ആഘോഷം ദുരന്തത്തിൽ കലാശിച്ചത് ഫിലിപ്പിനോ സമൂഹത്തിന് വലിയ ആഘാതമാണ്. ഇത് പൊതുസ്ഥലങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. വാൻകൂവറിലെയും മറ്റ് സ്ഥലങ്ങളിലെയും വലിയ ആഘോഷങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കാൻ ഇത് കാരണമായേക്കാം. ഈ അപകടത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ അടുത്തു തന്നെ പുറത്തുവരുമായിരിക്കും. കാനഡയിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണി, NDP നേതാവ് ജഗ്മീത് സിംഗ്, കൺസർവേറ്റീവ് നേതാവ് പേറി പോലിവർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഫിലിപ്പിനോ സമൂഹത്തിന് പിന്തുണ അറിയിച്ചു. ഞങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ലപ്പു ലപ്പു ഫെസ്റ്റിവൽ വാൻകൂവറിലെ പ്രധാന ഫിലിപ്പിനോ ആഘോഷമാണ്. എന്നാൽ ഒരു വാഹനാപകടം ഈ ആഘോഷത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം ഇനിയും വ്യക്തമാകാനുണ്ട്.